ഹലോ, ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കിയാലോ? ബ്രെഡ് പോപ്കോൺ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ബ്രെഡും ഷുഗറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ലൊരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ ബ്രെഡാണ് കേട്ടോ. ചെറിയ ബ്രെഡ് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ അരികവശം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു കത്രികയോ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പോപ്കോണിൻ്റെയൊക്കെ ഒരു അളവിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പോപ്കോണിൻ്റെയൊക്കെ അളവിൽ എല്ലാ ബ്രെഡും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 4 ബ്രെഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് 2 ബ്രെഡ് വെച്ചിട്ടും അതുപോലെ 3 ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബ്രെഡ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുടനെ പെട്ടെന്ന് കരിയും. അപ്പോൾ ഇത് റോസ്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നൊരു പരുവുണ്ടല്ലോ, ആ പരുവാവുന്നത് വരെയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ടൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം നന്നായിട്ട് കൈകൊണ്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കൊന്നും ചെയ്യരുത്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും പഞ്ചസാര മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ 3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിൽ ക്യാരമലൈസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ബ്രൗൺ ആവാൻ നിൽക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈപ്രസ് ഉണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ശരിക്കും ബട്ടറാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തു എന്നേ ഉള്ളൂ. നെയ്യാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മളിനി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രെഡ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ക്യാരമലൈസ് ചെയ്ത ഷുഗർ പെട്ടെന്ന് തന്നെ സ്റ്റിക്കി ആവുമല്ലോ. ഇനി നമ്മളിത് ഉടനെ തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് സ്റ്റിക്കി ആയി നിൽക്കുന്നതൊക്കെ ചൂടോടുകൂടി തന്നെ കൈകൊണ്ടൊന്ന് വേറിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് വേറിടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഞാനൊന്ന് വേറിടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാരമലൈസ്ഡ് ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് ബ്രെഡ് അതിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പാത്രമൊക്കെ കാലിയാക്കി തരും. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കുറിക്കാനും പറ്റും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സ്നാക്കാണ്. നല്ല കറുമുറ എന്നുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്